നമസ്കാരം. നമസ്കാരം. ഒരു കാലഘട്ടത്ത് കേരള കോൺഗ്രസ് എം മാണി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. ഒരുപാട് MLA മാരുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോലും ഏകദേശം 5ഓളം MLA മാരുണ്ടായിരുന്നു തോന്നുന്നു. അപ്പം ഇപ്രാവശ്യത്തോട്ട് വരുമ്പം ആ പാർട്ടി തകർന്ന് തരിപ്പണായി, എന്താ പറയുക, ഒരു അവശേഷിപ്പ് പോലും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് ആ പാർട്ടി എത്തിച്ചു തന്നു. ഇത് യഥാർത്ഥ ഉത്തരവാദിത്വം. ഇപ്പം നമുക്കറിയാം, ഇലക്ഷന് മുമ്പ് കോൺഗ്രസ് UDF-ലോട്ട് വിളിച്ചതായിരുന്നു ആ പാർട്ടിയെ. അന്ന് മാണി പോകാൻ നിന്നപ്പം റോഷി അഗസ്റ്റിനാണ് അതിനെതിരെ നിന്നത്. അപ്പം ഇത്തരത്തിൽ ആ പാർട്ടിയെ ഫുള്ള് ഇല്ലാണ്ടാക്കാനുള്ള ഒരു ഉത്തരവാദി ആരായിരിക്കും? അതായത് ഇപ്പം നമ്മളെ മുന്നിൽ ഒരാൾ പൊറാട്ട അടിക്കുന്ന മുമ്പ് കാണാം. ആ പൊറാട്ട അടിക്കുന്ന ആളാണ് ഉത്തരവാദി. നമുക്ക് അതൊന്ന് കണ്ടിട്ട് തുടങ്ങാം. നല്ല അന്ന് ചെറുതാണോ ചോദിച്ചത് എത്രയാ? 3-2 അത് ഇച്ചിരി വലുതായി ഇപ്പൊ സാറേമില്ല. അത് ഞാൻ കഴിച്ചോളാം. കണ്ടല്ലോ, അതായത് മന്ത്രിസ്ഥാനം വിട്ടപ്പം പൊറാട്ട അടിക്കുന്ന പണിയാണ് ആർക്ക്? റോഷി അഗസ്റ്റിന്. കഴിഞ്ഞ തവണ ഈ ഇലക്ഷൻ മുമ്പ് ജോസ് കെ മാണി കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് നമ്മുടെ പിണറായി വിജയന്റെ പോക്ക് ശരിയല്ല, LDF ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അധികാരത്തിലെത്താൻ പോകുന്നില്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതേപോലെ പുതുപ്പള്ളി ഇലക്ഷനിലും കോട്ടയത്തും അല്ലെങ്കിൽ ഇടുക്കിയിലും അതേപോലെ പത്തനംതിട്ടയിലും എറണാകുളത്തും ഈ പറയുന്ന കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളെ തകർന്നു തരിപ്പണമായി. അവർക്ക് എവിടെയും അധികാരമില്ല, പാലയിലുമില്ല. കഴിഞ്ഞ തവണ പാലയിൽ തോറ്റതാണ് മാണി സി കാപ്പനോട്. അപ്പോൾ ഇത്തവണയും തോൽക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ നമുക്ക് മാറുന്നതാണ് നല്ലത്. കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ 7 മണ്ഡലങ്ങളിൽ, കോട്ടയത്തെ 7 മണ്ഡലങ്ങളിൽ ആർക്കാണ്? UDF-നാണ്. അതേപോലെ ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഫുൾ, എറണാകുളത്തും കംപ്ലീറ്റ് UDF ആണ്. ഇപ്പൊ ശക്തി കേന്ദ്രമാണ് ആര്? കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രം 3 ജില്ലയാണ്. എവിടെ? ഇടുക്കിയും പത്തനംതിട്ടയും കോട്ടയം. ഈ സ്ഥലത്ത് കേരള കോൺഗ്രസ് ഇല്ലെങ്കിൽ കേരള കോൺഗ്രസ് തീർന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ജോസ് കെ മാണി നേരത്തെ UDF-നുമായി ചർച്ച നടത്തുകയും UDF-ലേക്ക് ചേക്കേറാന്നുള്ള നിൽക്കുന്ന സമയത്താണ് നമ്മുടെ റോഷി അഗസ്റ്റിൻ പറഞ്ഞത് അത് പറ്റില്ല. പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാൽ പറ്റില്ല എന്ന് മാത്രമല്ല, ജോസ് കെ മാണി പാലയിൽ മത്സരിക്കുന്നു. പ്രഖ്യാപിക്കാണ്ട് അത് എന്തിനാ അറിയാം അങ്ങനെ പ്രഖ്യാപിച്ച് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞതിന് കാരണം അവിടെ നിന്നായിരുന്നു ജോസ് കെ മാണി തോൽക്കും. അപ്പൊ ആരാ മന്ത്രിയാവുക? റോഷി അഗസ്റ്റിൻ മന്ത്രിയാവും. അപ്പൊ റോഷി അഗസ്റ്റിന്റെ വലിയ നിലയുണ്ടാവും. റോഷി അഗസ്റ്റിൻ ധാരണ റോഷി അഗസ്റ്റിൻ അവിടെ ഇടുക്കിയിൽ ഭയങ്കര സ്വാധീനമാണെന്നൊക്കെയാണ്. പക്ഷെ ജനങ്ങളുടെ മിടിപ്പ് മനസ്സിലാക്കി, ജനങ്ങളുടെ എന്താണ് ജനങ്ങൾ ഉദ്ദേശിക്കുന്നത്, അടുത്ത ഇലക്ഷനോടുകൂടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് അങ്ങോട്ട് മാറിയില്ലെങ്കിൽ LDF-നെതിരെ പിണറായിക്കെതിരെ വോട്ട് ചെയ്യുമ്പോൾ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ വോട്ട് ചെയ്യും. അതാണ് നമ്മൾ ഈ ഇലക്ഷന് മുമ്പ് ഒരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ ഞാൻ എന്താ പറഞ്ഞത്? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ എല്ലാ സീറ്റിലും അവർ തോൽക്കും. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇല്ലാതാകും. അത് തന്നെയാണോ സംഭവിച്ചത്? അതായത് കോട്ടയവും പത്തനംതിട്ടയും ഇടുക്കിയും ലോക്സഭാ ഇലക്ഷനും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തോറ്റുതൊപ്പിയിട്ടപ്പോൾ അതിൻ്റെ പിന്നാലെ പിണറായി വിജയനെതിരെയുള്ള സ്വർണ്ണക്കളക്കടത്തും ഡോളർ കടത്തും അങ്ങനെയുള്ള കേസുകളുടെ ഉപരി ശബരിമല കൊള്ളയുടെ ഏറ്റവും എഫക്റ്റീവ് ഏരിയ എവിടെയാണ്? പത്തനംതിട്ടയും ഇടുക്കിയും അതേപോലെ കോട്ടയം. ഈ 3 ഡിസ്ട്രിക്റ്റിന്റെ നടുവിലാണ്. എവിടെ? പത്തനംതിട്ടയിലാണെങ്കിൽ ശബരിമല നിലനിൽക്കുന്നത്. ശബരിമലയ്ക്ക് എരുമേലിക്ക് വഴി പോകുന്നത് കോട്ടയം വഴിയാണ്. പിന്നെ പത്തനംതിട്ട വഴി പോകുന്നു, അതേപോലെ ഇടുക്കി വഴി വരുന്നു. അപ്പോൾ ഈ 3 കൂടെ ഇടയ്ക്കുള്ള ശബരിമല നിൽക്കുന്ന സ്ഥലത്ത് ശബരിമലയിൽ വലിയ കൊള്ള നടന്നപ്പോൾ വിശ്വാസികളുടെ വോട്ടുകൾ കംപ്ലീറ്റ് UDF LDF അകന്നു പോയി. അത് മനസ്സിലാക്കി കഴിഞ്ഞു ജോസ് കെ മാണി. ഒരിക്കൽ കൂടി തോറ്റു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് പിന്നെ ഉയർത്തെഴുന്നേക്കാൻ കഴിയില്ല. കേരള കോൺഗ്രസിന്റെ മുമ്പത്തെ മുദ്രാവാക്യം എന്താണ്?
പിളരും തോറും വളരും, വളരും തോറും പിളരും എന്നാണ്. അങ്ങനെ പിളർന്നാലും വളർന്നതായാലും വളരുന്ന പാർട്ടിയായിട്ട് കണ്ടെങ്കിലും ഇപ്പോൾ ആ പാർട്ടി ഇപ്പോൾ തീരെ ഇല്ലാതായതിന് കാരണം പിടിപ്പുകേടാണ്. ആരുടെ പിടിവാശിയും പിടിപ്പുകേടുമാണ്? ആരുടെ? റോഷി അഗസ്റ്റിൻ്റെ. ആ റോഷി അഗസ്റ്റിൻ ഇതായില്ലായിരുന്നെങ്കിൽ ഇന്ന് കേരള കോൺഗ്രസ് UDFന്റെ ഭാഗമായിട്ട് മന്ത്രിമാരുണ്ട്. ജോസ് കെ മാണി മന്ത്രിയായിരിക്കും. കാരണം ജോസ് കെ മാണി അവിടെ നിന്ന് അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് വിജയിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറ് UDF. അത് ഉറപ്പായിട്ടും ജോസ് കെ മാണിക്ക് വേറൊരു സീറ്റ് കൊടുത്തിരുന്നേനെ. അതിനൊരു വിട്ടുവീഴ്ച കാണിക്കില്ല. അത് നല്ലൊരു സീറ്റ് കൊണ്ടുവരുത്ത് വിജയിപ്പിച്ചിരുന്നേനെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഒന്നും ഇല്ലെങ്കിലും കോട്ടയത്ത് നിന്ന് വിജയിക്കുക എന്നുള്ള ഇത് കിട്ടി. ഒറ്റ സീറ്റ് ഉണ്ടോ കോട്ടയത്ത്? പത്തനംതിട്ടയിൽ ആപ്പാട് ഒരു സീറ്റ് അയച്ചത്, അത് കോന്നിയിലാണ്. അവരുടെ ഒരു സീറ്റ് പോയി, 2 സീറ്റ് പോയി. തിരുവല്ലയും പോയി, അതേപോലെ റാന്നിയും പോയി. ഇടുക്കിയിലെ പ്രധാനപ്പെട്ട സീറ്റ് പോയി. അപ്പോൾ കേരള കോൺഗ്രസിനെ നാശത്തിലേക്ക് കൊണ്ടുപോയ ആളാണ് ആര്? റോഷി അഗസ്റ്റിൻ. ഇപ്പം പൊറാട്ട അടിക്കാൻ തന്നെയാണ് നല്ലത്. പൊറാട്ട അടിച്ച് അവിടെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. ഇനി എന്തായാലും കേരള കോൺഗ്രസിന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവില്ല. ഭരണമില്ലാതെ, അധികാരമില്ലാതെ കേരള കോൺഗ്രസിന് വളരാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ പാല എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ മുഖ്യ കേന്ദ്രമാണ്. അച്ഛൻ അവരുടെ ഏറ്റവും വലിയ സ്ഥിരാകേന്ദ്രം പാലയാണ്. പാല തകർന്നപ്പോൾ തന്നെ അവർ തീർന്നിട്ടുണ്ട്. ഇപ്പോൾ പാല പോയി, ബാക്കി എല്ലാ സ്ഥലത്തും പോയി. അതിന്റെ നാശത്തിന് കാരണക്കാരൻ റോഷി അഗസ്റ്റിൻ ആണെന്ന് മനസ്സിലാക്കി കേരള കോൺഗ്രസിൽ ഭയങ്കര അടി നടക്കാൻ പോവുകയാണ്. തമ്മിലടിച്ച് അത് വീണ്ടും പിളരാൻ പോവുകയാണ്. ഇന്നലെ ഫ്ലെക്സ് ഒക്കെ വെച്ചായിരുന്നല്ലോ. എന്താണ് ഫ്ലെക്സിൽ പറഞ്ഞത്? ഈ പാർട്ടി ഇല്ലാണ്ടാക്കാനുള്ള കാരണം റോഷി അഗസ്റ്റിനാണ് എല്ലാവരും മീൻസ് പരസ്യമായിട്ട് രംഗത്ത് വരുന്നത്. ആൾക്കാരെ പേരൊന്നുമില്ല, പക്ഷെ രാത്രിയിലെ മറവിൽ പറഞ്ഞ പോലെ ജോബ് മൈക്കിൾ, ചങ്ങനാശ്ശേരിയിലെ ജോബ് മൈക്കിളും കാഞ്ഞിരപ്പള്ളിയിലെ ജയരാജും അതേപോലെ പ്രമോദ് നാരായണ റാന്നി, ഇവരൊക്കെ MLA-മാരടക്കം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നമുക്ക് ഇവിടുന്ന് മാറാം, ഈ കൂടാരത്തിൽ നിന്നാൽ ഇനി രക്ഷയില്ല, എത്രയും വേഗം നമ്മൾ UDFിലെ ഈ പഴയ കൂടാരത്തിൽ, ഒറിജിനൽ കൂടാരത്തിലേക്ക് പോകുന്നത് നല്ലത്. ഇല്ല അധികാരമില്ലാതെ ആയി കഴിഞ്ഞാൽ അണികളെ ആരെയും കിട്ടില്ല, പഴയ മാതിരിയല്ല, സോഷ്യൽ മീഡിയയിൽ അപ്പപ്പോൾ എല്ലാ വിവരങ്ങളും കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാറുന്നതാണ് നല്ലത് എന്ന് പറയുന്ന ഒരു അവസരം കിട്ടിയിട്ട് അതിന് VD സതീശനെപ്പോലുള്ള ആളുകൾ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച് അവരെ ധാരണയിലൊക്കെ കൊണ്ടുവന്നിട്ട് അവസാനം എന്തായി? ഈ റോഷി അഗസ്റ്റിൻ്റെ ഒറ്റ പിടിവാശി കാരണമാണ് കേരള കോൺഗ്രസ് ഇങ്ങോട്ട് വരാതിരുന്നത്. അതോടുകൂടി എന്തായി? ഇപ്പം അവരെ ഒരൊറ്റ സീറ്റും ഇല്ലാത്ത, ഒരു പ്രാതിനിധ്യവും ഇല്ലാത്ത ഒരു പാർട്ടിയും വരെ. അതുകൊണ്ട് അവർക്ക് എന്താ, നിയമസഭയിലില്ല, ലോകസഭയിലില്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും എവിടെയും സീറ്റില്ല. പാലയിൽ പോലും അവർ തോറ്റു തപ്പിട്ടു. പാല അവരുടെ മുനിസിപ്പാലിറ്റി ഭരിച്ചിരുന്ന അവരായിരുന്നു. അപ്പോൾ പാല മുനിസിപ്പാലിറ്റി പോലും അവരുടെ എതിരാളികളാണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ കേരള കോൺഗ്രസ് പിടിച്ചു വിടുന്നതെന്നാൽ അവർ സ്വതന്ത്രമായി ചിന്തിച്ച് ആവശ്യമുള്ള ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പറയുന്നതാണ് നല്ലത്. എന്നിട്ട് റോഷി അഗസ്റ്റിൻ പൊറാട്ട അടിക്കാൻ പോയ പോലെ അതിലുള്ള മറ്റുള്ളവർക്ക് ഇതുപോലുള്ള എന്തെങ്കിലും സംഭവമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്നാണ് നമ്മുടെ അഭിപ്രായം. കാരണം ഞാൻ ഇലക്ഷന് മുമ്പ് പറഞ്ഞ പ്രവചനമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തോൽക്കും. മാത്രമല്ല കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ മുഴുവൻ സീറ്റും UDF നേടും. അതിൽ 1-2 സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം എന്ന് പറഞ്ഞിട്ട് ഒറ്റ സീറ്റ് മാത്രമേ പോയിട്ടുള്ളൂ. ഏത് സീറ്റ്? കോന്നി. കോട്ടയത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞിരപ്പള്ളിയും വൈക്കം പിന്നിലായിരുന്നു. ഞാൻ പറഞ്ഞു അതും നേടും. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. ആ ട്രെൻഡിൽ പിണറായി വിരുദ്ധ തരംഗമാണ്, ഭരണവിരുദ്ധ തരംഗമല്ല, പിണറായി വിരുദ്ധ തരംഗം ആഞ്ഞടിക്കുകയാണ്. അതിനിടെ റോഷി അഗസ്റ്റിനുള്ള വിദ്വേഷമുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ അണികൾ എന്നെ തിരിച്ച് വോട്ട് ചെയ്തു. ആർക്ക് അനുകൂലമായി? UDFന് അനുകൂലമായി. 50,000 വോട്ടിനാണ് ആര് ജയിച്ചത്? പുതുപ്പള്ളിയിൽ കേരള കോൺഗ്രസിന് സപ്പോർട്ടില്ലാതെ ചാണ്ടിയമ്മൻ ജയിച്ചത്. കോട്ടയത്ത് എത്ര വോട്ടിനാണ് ജയിച്ചത്? 33,000 വോട്ടിനാണ് ആര് ജയിച്ചത്? നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എന്തിന്? നാട്ടകം സുരേഷ് ഏറ്റുമാനൂരിൽ ജയിച്ചത് എത്ര വോട്ടിനാണ്? 20,000 വോട്ടിനാണ് വാസവനെ തോൽപ്പിച്ചത്. എത്ര മൃഗീയമായ ഭൂരിപക്ഷമാണ് എല്ലായിടത്തും ഉള്ളത്. എന്തിന്? ആറന്മുളയിൽ വീണ ജോർജ് തോറ്റ 19,000 വോട്ടിനാണ്. എന്തിന്? റോഷി അഗസ്റ്റിൻ തോറ്റത് 20,000 വോട്ടിനാണ്. 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. ഇപ്രാവശ്യം 20,000 വോട്ടിന് അവിടെ തോറ്റുവെങ്കിൽ ഈ പാർട്ടി ഇല്ല, തീർന്നു. അത് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു കഴിഞ്ഞു. ഇനി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന സാധനം ചരിത്രത്തിൽ ഉണ്ടാവില്ല. അതോട് കുഴിച്ചു മൂടപ്പെട്ടു. അതിന് ആരാണ് അവസാനത്തെ ആണി അടിച്ചത്? റോഷി അഗസ്റ്റിനാണ്.